സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി രാധികയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. സത്യം പറയടി, നീ ആരുടെ കൂടി ഇപ്പം ഇങ്ങോട്ട് വന്നത്? എവിടെയായിരുന്നു ഇത്രയും നേരം? ആവശ്യം കഴിഞ്ഞപ്പോൾ അവൻ നിന്നിവിടെ കൊണ്ടുവന്നാക്കിയിട്ട് കടന്നു കളഞ്ഞതാണോ? നിന്നോടല്ലേ ചോദിച്ചത്? എന്തെങ്കിലും വാ തുറന്ന് പറയടി. ഈ സമയം ഒച്ചയും ബഹളമൊക്കെ കേട്ട് ദേവൻ അങ്ങോട്ടേക്ക് വരിക. എന്താ അമ്മ ഇവിടെ? എന്തിനാ മോൾ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ആ സമയം രാധിക സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി പറയണേ, നീ പറയണ്ട, ഞാൻ തന്നെ വിശദീകരിക്കാൻ തേവാം. ഇവളെ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്ക്. ഞാനിങ്ങോട്ട് വന്നപ്പോഴാണ് കണ്ടത്. ഇവളൊരുത്തൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. എൻ്റെ തലവെട്ടം കണ്ടതും അവനങ്ങ് ഓടിപ്പോയി. നീ തന്നെ ചോദിക്ക്, നീ വളർത്തിയ കുഞ്ഞാടെ മോളുടെ വളർത്തു ഗുണം ആർക്കൊപ്പമായിരുന്നു ഇവൾ നൂറ് ചുറ്റാൻ പോയതെന്ന് നീ തന്നെ ചോദിക്ക്. അന്നേരം ദേവൻ പറഞ്ഞേ, ദേവമ്മേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത്. അമ്മയ്ക്ക് രാധിക ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇത്തരം കള്ളക്കഥയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഈ സമയം മുത്തശ്ശി പറയണേ, എന്നാ ഇവള് തന്നെ മറുപടി പറയട്ടെ. സത്യം പറയടി, ആരാടി നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നാക്കിയത്? ആരായിരുന്നു നിന്റെ കൂടെ ഉണ്ടായിരുന്നത്? ഈ സമയം രാധികയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അന്നേരം യശോദ അങ്ങോട്ടേക്ക് ഓടി വരുക. എന്താ ഇവിടെ? അന്നേരം മുത്തശ്ശി പറയണേ, ഇവളെ ഏതോ ഒരു തൻ്റെ കൂടെ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുക. എന്നെ കണ്ടതും അവനും ഓടിക്കളഞ്ഞു. അന്നേരം യശോദ ചോദിക്കണേ, അതായിരുന്നോ പ്രശ്നം? രാധിക മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടത് ഞാൻ തന്നെയാ. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, അല്ല, കൂട്ടിക്കൊണ്ടുവരാൻ മാത്രം ഇവൾക്ക് എന്താ ഇത്ര പറ്റിയത്? അന്നേരം യശോദ പറയണേ, അത് പിന്നെ ഇവള് അമ്പലക്കുളത്തിൽ നിന്നും തെന്നി വീണു. അത് കണ്ട ആൾക്കാരാ ഇവളെവിടെ നിന്ന് രക്ഷിച്ചത്. അങ്ങനെ തളർന്ന് വയ്യാതെ കിടക്കുമായിരുന്നു മോള്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ അമ്മയുടെ മറുപടി കേൾക്കുമ്പോൾ രാധിക തന്നെ ഞെട്ടിത്തെറിച്ച് പോകുക. യശോദ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നറിയാതെ രാധികാകെ അന്തം വിട്ട് നിൽക്കുക. ഈ സമയം ദേവൻ ചോദിക്കണേ, ആണോ മോളെ? എന്നിട്ട് നീ എന്താ അത് പറയാതെ മടിച്ചു നിന്നത്? യശോദ പറഞ്ഞതൊക്കെ സത്യമല്ലേ? അതേന്ന് രാധിക തലയാക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി വരണേ, യശോദേ, നീ വെറുതെ കള്ളക്കഥകൾ പറഞ്ഞ് ഇവളെ രക്ഷിക്കാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ നീ പിന്നെ എങ്ങോട്ടേക്കാണ് പോയത്? ആ സമയം യശോദ പറയണേ, അത് പിന്നെ മോൾക്ക് നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടല്ലോ, അത് കാരണം കുറച്ച് പനിക്കൂർക്കയില പറിക്കാനായിട്ട് പോയതാ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ തീരെ വിശ്വാസമില്ല കേട്ടോ. മുത്തശ്ശി പറയണേ, ഇവിടെ എന്തോ വലിയൊരു കള്ളത്തരം നടക്കുന്നുണ്ട്. നീയും കൂടി ഇവൾക്ക് കൂട്ടി നിൽക്കുവാണല്ലേ? എന്താണെങ്കിലും ഇതൊന്നും അധികാരം ആർക്കും മറച്ചു വെക്കാനാവില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് പോകുക. ഈ സമയം യശോദ പറയണേ, മോൾക്ക് തീരെ വയ്യെന്ന് തോന്നുന്നല്ലോ. മോളുവാ ദേവേട്ട, ഞാൻ മോളെ അകത്തേക്ക് കൊണ്ടുപോകുവാണേ. അങ്ങനെ പറഞ്ഞ് രാധികയും കൂട്ടി യശോദ അകത്തേക്ക് പോകുവാണ്ടോ. പിന്നീട് കാണിക്കുന്നത് വരുണിനെയാണ്. വരുൺ അങ്ങനെ രാധികയെ കണ്ടതും രാധിക മൊത്തം സമയം ചെലവഴിച്ചതൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. എന്നിട്ട് വരുൺ പറയണേ, ഭഗവാനെ, നീയായിട്ട് തന്നെയല്ലേ എന്നെ അവൾക്ക് കാണിച്ചു തന്നത്? അവളുടെ ഉള്ളിലും എന്നോട് ഇഷ്ടമുണ്ട്, പക്ഷേ പാവത്തിനത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ നീ ഒന്നിപ്പിക്കണമേ എന്നൊക്കെ പറഞ്ഞ് വരുണിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. ഇത് കേട്ട് പ്രിയങ്ക അങ്ങോട്ടേക്ക് വരിക. അല്ല, എന്താ ഇങ്ങനെ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. എന്താ ഇന്ന് അവളെ കാണാൻ പറ്റുമോ? ആ സമയം വരുൺ പറയണേ, പിന്നല്ലാതെ അവളെ കാണുകയും ചെയ്തു, അവൾക്കൊപ്പം കുറേ ദൂരെ സഞ്ചരിക്കുകയും ചെയ്തു. അതേക്കുമ്പോൾ പ്രിയങ്ക പറയണേ, അതൊക്കെ ചുമ്മാ പറയുമായിരിക്കും, കുറേ ദൂരമൊന്നും സഞ്ചരിച്ച് കാണില്ല. ഇതൊക്കെ താനെന്തിനാ അന്വേഷിക്കുന്നത്? തന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഇടപെടരുതെന്ന്. ഈ സമയം പ്രിയങ്ക പറയണേ, വരുൺ നാണമില്ലേ? അല്ലെങ്കിലും ഇതൊക്കെ പഴയ കാലത്തെ പ്രണയകഥയാണ്. ഈ നൂറ്റാണ്ടിലായിട്ട് വരുൺ ഇങ്ങനെയൊക്കെയാണല്ലോ ചിന്തിക്കുന്നത്. ആ സമയം വരുൺ പറയണേ, നീ കൂടുതൽ അങ്ങ് സംസാരിച്ചുകൊണ്ടൊന്നും വരണ്ട. കതിർമണ്ഡപത്തിൽ വെച്ച് ഞാൻ താലിയിട്ട് പെണ്ണിനെ മാറ്റിയില്ലേ നീ നിൻ്റെ കൂട്ടുകാരികളൊക്കെ ചേർന്ന്? നിന്റെ മനസ്സിൽ സ്വത്തും പണവും മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയല്ലേ നീ ജീവിക്കുന്നതും നാടകം കളിക്കുന്നതൊക്കെ. ഈ സമയം അതൊഴി പോകുന്ന പ്രിയങ്ക ഇവരുടെ ഈ തർക്കമൊക്കെ കേട്ട് അവിടെ മറഞ്ഞു നിൽക്കുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്കയും വരുണിന് വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. പ്രിയങ്ക പറയുക, ഞാനൊന്ന് മനസ്സ് വെച്ചാലുണ്ടല്ലോ, വരുൺ എനിക്ക് എല്ലാവർക്കും മുമ്പിൽ നാണം കെടുത്താൻ പറ്റും. അച്ഛനും അമ്മയും മുത്തശ്ശിക്കൊക്കെ മുമ്പിൽ വരുൺ ഇപ്പോൾ തലയുയർത്തി നിൽക്കാനുള്ള കാരണം ഞാനാണ്. ഞാൻ സത്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലേ വരുൺ പിന്നെ അവരുടെ മുമ്പിലൊന്നും തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അക്കാര്യം ഓർമ്മയുണ്ടാവണം. അന്നേരം വരുൺ ചോദിക്കണേ, നീ എന്താ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? പോകുവാണെങ്കിൽ നീ പൊക്കോ. നിനക്ക് പോകാനുള്ള വണ്ടി വരെ ഞാൻ വേണമെങ്കിൽ വിളിച്ച് റെഡിയാക്കി തരാം. എങ്ങോട്ടാണെന്ന് വെച്ചാൽ നീ പൊക്കോ. ഈ സമയം പ്രിയങ്ക പറയണേ, അതെ, നിങ്ങൾ ആണുങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അതെല്ലാം തലകുണിച്ച് സമ്മതിക്കുന്ന പഴയകാലത്തെ പെണ്ണല്ലേ ഈ പ്രിയങ്ക. ഞാനും ഈ ജനറേഷനിലെ പെൺകുട്ടി തന്നെയാണ്. ഒരടി കിട്ടിക്കഴിഞ്ഞാലേ അതിന് തിരിച്ചടി കൊടുക്കാനും ഈ പ്രിയങ്കയ്ക്ക് നല്ലപോലെ അറിയാം. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് കൽപ്പന സന്തോഷിച്ച് നിൽക്കുക. എന്താണെങ്കിലും ഇവർ തമ്മിലുള്ള ഈ വഴക്ക് ഇപ്പം തന്നെ മുത്തശ്ശിയെ കാണിച്ചു കൊടുക്കണം, എല്ലാവരും അറിയട്ടെ. അങ്ങനെ പറഞ്ഞ് കൽപ്പന നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുവാണ്. മുത്തശ്ശി, ഒന്നിങ്ങ് വന്നേ, ഒന്ന് വേഗം വാ. അവിടെ ബാൽക്കണിയിൽ വരുണും പ്രിയങ്കയും നിൽക്കുന്നുണ്ട്. അതിനിപ്പോൾ എന്താ എന്ന് മുത്തശ്ശി ചോദിക്കുക. ഈ സമയം കൽപ്പന പറയണേ, അവിടെ രണ്ടാളും കൂടി നല്ല തല്ലു പിടിക്കുക. മുത്തശ്ശി ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അവരുടെ നാടകങ്ങളിൽ നേരിട്ട് കാണാൻ പറ്റും. എല്ലാവരെയും അവർ മണ്ടന്മാരാക്കുക. ഈ സമയം മുത്തശ്ശി പറയണേ, കൽപ്പന, നിനക്ക് നാണമില്ലേ? അവരവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അതൊളിഞ്ഞു കേട്ടിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഈ സമയം കൽപ്പന പറയണേ,
ഞാനെന്തിനാ ലജ്ജിക്കണത്? അവരവിടെ പൊരിഞ്ഞ വഴക്കാം. മുത്തശ്ശിക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. മുത്തശ്ശി എന്ന് എൻ്റെ കൂടെ വാ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ മുത്തശ്ശി തന്നെ എൻ്റെ കറണ്ടടിച്ച് പൊട്ടിച്ചോ. ഇങ്ങ് വാ മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശീനെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്നും കൊണ്ടുപോകുവാണ്. ഈ സമയത്തും വരണം പ്രിയങ്ക നല്ല വഴക്കായിരിക്കും കേട്ടോ. വരൻ പറയണേ, നീ എൻ്റെ വീട്ടിലെ സ്വത്തും പണമൊക്കെ കണ്ടിട്ടല്ലേടി ഈ നാടകം തന്നെ കളിക്കുന്നത്? നിന്റെ ലക്ഷ്യം എന്താണെന്ന് നീ പറഞ്ഞതല്ലേ? അങ്ങനെയുള്ള നീ വലിയ മഹാത്മ്യൊന്നും വിളമ്പാൻ നിൽക്കണ്ട. നിന്റെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ സമയം പ്രിയങ്കയും അതിനൊരു മറുപടി തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്നായിരിക്കും പ്രിയങ്ക ജനാല വഴി കൽപ്പന മുത്തശ്ശിയെ ഇങ്ങനെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടുവരുന്ന ആ കാഴ്ച കാണുന്നത്. അത് കാണുന്നത് പ്രിയങ്ക പെട്ടെന്ന് തന്നെ പ്ലേറ്റ് മാറ്റുക. പ്രിയങ്ക പറയണേ, വരുൺ, നമുക്ക് എപ്പോഴും ഇതുപോലെ രാത്രി നിലാവത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കാം. ഈ സമയം അവിടെ വന്നിരിക്കുന്ന മുത്തശ്ശിയും കൽപ്പന ഇതാണ്ടോ കേൾക്കുന്നത്. അത് കേൾക്കുന്നതും കൽപ്പനയുടെ കിളിയൊക്കെ അങ്ങ് പറന്നു പോകുവാണ്. ഈ സമയം വരുൺ ദേഷ്യത്തിൽ തിരിഞ്ഞിട്ട് നിലാവ് അവളുടെ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോൾ പ്രിയങ്ക മുത്തശ്ശി മുത്തശ്ശി എന്ന് പറഞ്ഞിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുവാണ്. അത് കാണുന്നതും വരുൺ അങ്ങ് അഭിനയിക്കുക. ആ പിന്നെന്താ? എന്നിട്ട് പ്രിയങ്കയുടെ തോളിലിങ്ങനെ കൈ പിടിച്ചിട്ട് പറയണേ, നമ്മളിങ്ങനെ എന്നിവിടെ വന്ന് നിൽക്കും, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നെയ്തു കൂട്ടും. പിന്നീട് നമുക്കൊരു കുട്ടിയൊക്കെ ആകുമ്പോൾ നമ്മുടെ മക്കളുമൊക്കെ ഇതുപോലെ വന്ന് നിന്ന് ഭാവിയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. സത്യം പറയാലോ, ഇവിടെ നമുക്കൊരു കൊച്ചൊരു കുടിൽ കെട്ടണം, ഒരാശ്രമം പോലെ. എന്നും ഇങ്ങനെ നിന്നെ പൂജിക്കാൻ. ഒന്ന് പോവരുൺ. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ വേണ്ട കാട്ടിൽ വേണം എന്ന് പറയുമോ? അതെന്താ, ഞാൻ വിളിച്ചാൽ നീ അങ്ങോട്ടേക്ക് വരില്ലേ? വരുൺ എവിടെ വിളിച്ചാലും ഞാൻ വരും. എനിക്ക് ഒരു നിമിഷം പോലും എൻ്റെ വരുണിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഈ സമയം ഇതൊക്കെ കേട്ട് കൽപ്പന കണ്ണു തള്ളി നിൽക്കുക. അയ്യോ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുത്തശ്ശി. കുറച്ച് മുമ്പ് വരെ സംസാരം ഇങ്ങനെയല്ലായിരുന്നു. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഭയങ്കര നാണത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ. അന്നേരം വരുൺ പറയണേ, ഓ ഞാൻ വിളിച്ചാൽ എങ്ങോട്ട് വേണമെങ്കിലും വരുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഞാൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നുണ്ടോടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുവാണ്. ഈ സമയം പ്രിയങ്ക ചിരിച്ചുകൊണ്ട് പറയണേ, പക്ഷേ ഈ വരുണിൻ്റെ ഒരു കാര്യം എപ്പോൾ നോക്കിയാലും ഇങ്ങനെ മാത്രമേ സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞ് വരുൺ ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. അന്നേരം വരുൺ ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. എന്നിട്ട് വരുൺ ഇങ്ങനെ പ്രിയങ്ക ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം മുത്തശ്ശി കൽപ്പനയും കൂട്ടി അവിടെ നിന്നും പോകുവാണ്. അത് കാണുന്നതും വരുൺ അപ്പം തന്നെ പ്രിയങ്കയെ മാറ്റുവാണ് കേട്ടോ. അതെ, മതി മതി, നിന്റെ അഭിനയമൊക്കെ കൊള്ളാം, പക്ഷേ ഇത്രക്കൊന്നും ഓവറാക്കണ്ട കേട്ടോ. അന്നേരം പ്രിയങ്ക പറയണേ, കൊള്ളാം, ഇപ്പം ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു ഏട്ടത്തിയെ മുത്തശ്ശിക്ക് മുമ്പിൽ വെച്ച് എല്ലാ സത്യങ്ങളും പൊളിച്ചടക്കിയാനേ. ഞാനിപ്പോൾ വരുണെ രക്ഷിക്കുകയാണ് ചെയ്തത്. അന്നേരം വരുൺ പറയണേ, ആ അതിന് നന്ദിയുണ്ട്, അതെപ്പോഴും ഒന്ന് ഓർമ്മയുണ്ടായാൽ മാത്രം മതി എന്ന് പ്രിയങ്കയും പറയുവാണ്. ഈ സമയം മുത്തശ്ശി കൽപ്പനയോട് ദേഷ്യപ്പെടുക. ഇതാണോടി നീ എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചത്? ഇതാണോ അവർ തമ്മിൽ വഴക്കിടുന്നത്? സത്യം പറയല്ലോ കൽപ്പന, നിനക്ക് ഇത്തിരിയെങ്കിലും എളുപ്പമുണ്ടോ? സത്യം പറഞ്ഞാൽ നീയാണ് ഈ കുടുംബത്തിന് ഒട്ടും യോജിക്കാത്തവളും. അവർ തമ്മിൽ അത്രയും സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഉള്ളിൽ കേൾക്കാൻ നിനക്ക് നാണമില്ലേ? എന്നിട്ട് എന്നെ കൂടി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ഡേ, ഇനി ഇതുപോലെ നിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായാലുണ്ടല്ലോ, നിന്നെ ആയിരിക്കും ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ പോകുന്നത്. വെറുതെ മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട് ഓരോന്നും പറഞ്ഞ് വന്നോളും. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശിയകത്തേക്ക് പോകുവാണ്. ഈ സമയം വരുണും പ്രിയങ്കയും കൂടി അങ്ങോട്ടേക്ക് വരുമായിരിക്കും. അങ്ങനെ അവിടെ നിൽക്കുന്ന ആ കൽപ്പനയെ കാണുന്നതും വരുൺ ഇങ്ങനെ പ്രിയങ്കയുടെ തോളത്ത് കൈപിടിക്കുക. ആ ഇതാര്, ഏട്ടത്തിയോ? ഏട്ടത്തി ഇതുവരെ ഉറങ്ങിയില്ലേ? അന്നേരം പ്രിയങ്ക പറയണേ, ഏട്ടത്തിക്ക് ഈടെയായിട്ട് തീരെ അങ്ങ് ഉറക്കമില്ല എന്നാണ് തോന്നുന്നത്. ഈ സമയം വരുൺ പറയണേ, കേട്ടോ പ്രിയങ്ക, പണ്ടിങ്ങനെ ഓരോ വീട്ടിലും ഓരോ ഗുമസ്തന്മാരെയൊക്കെ വെക്കില്ലേ ആൾക്കാരെയൊക്കെ നോക്കാനായിട്ട്? അതുപോലെ നമ്മളെ രണ്ടുപേരെ ഏതു നേരത്തും നിരീക്ഷിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഏട്ടത്തി ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഏട്ടത്തിക്ക് കൂലിയുമില്ല, യൂണിഫോമും ഇല്ല. എന്നാൽ ശരി ഏട്ടത്തി, ഗുഡ് നൈറ്റ്. അങ്ങനെ പറഞ്ഞ് വരുൺ മുകളിലേക്ക് പോകുവാണ്ടോ. ഈ സമയം പ്രിയങ്ക പറയണേ, ഏട്ടത്തി ഏട്ടത്തി ഒരു കാര്യം മറക്കരുത്, ഏട്ടത്തിക്ക് മാത്രമല്ല ബുദ്ധിയുള്ളത്, ബാക്കിയുള്ളവർക്കും ബുദ്ധിയുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ, ഞാൻ ചെന്നാലേ വരുൺ ഉറക്കം വരുള്ളൂ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക മുകളിലേക്ക് പോകുവാണ്. ഈ സമയം കൽപ്പനക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുക. ശേ, എന്നാലും ഇതിനിടയിൽ എന്താ സംഭവിച്ചത്? എന്തോ ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഇവരുടെ ഈ നാടകങ്ങളിൽ ഞാൻ എല്ലാവർക്കും മുമ്പിൽ തെളിവോടെ തന്നെ പൊളിച്ചടക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുമായിരിക്കും കൽപ്പന. പിന്നീട് കാണിക്കുന്നത് വീടിൻ്റെ മുറ്റത്തിരുന്ന് ഇന്നലെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന യശോദേനെയാണ് കേട്ടോ. വരുണിൻ്റെ അധികം സംസാരിച്ചതും വരുൺ രാധികയെ ചേർത്ത് നിർത്തിയതും പിന്നീട് പ്രിയങ്ക ഫോണിൽ വിളിച്ചപ്പോൾ പ്രിയങ്കയോട് ദേഷ്യപ്പെട്ട് രാധികയെ ചേർത്ത് നിർത്തിയ ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്തായിരിക്കും ദേവൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആ താനെന്താടോ ഇവിടെ വന്നിരിക്കുന്നത്? അന്നേരം യശോദ ഒന്നും മിണ്ടാതെ ഒന്നുമില്ല എന്നും പറഞ്ഞ് അകത്തേക്ക് പോയി കണ്ണൊക്കെ തുടച്ച് അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. പിന്നാലെ ദേവനും വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് യശോദ അവിടെ തലകറങ്ങി വീഴുവാണ്. അതുകൊണ്ട് ദേവൻ വല്ലാതെ പേടിച്ചു പോകുക. അങ്ങനെ അമ്മേനെ രാധികേനെയൊക്കെ വിളിച്ചു വരുത്തുവാണ് കേട്ടോ. അവരെല്ലാവരും ഓടി വരുവാം. ഈ സമയം രാധിക കുറച്ച് വെള്ളവുമായിട്ട് വരുവാണ്. അങ്ങനെ ദേവൻ വെള്ളമൊക്കെ എടുത്ത് മുഖത്ത് തളിക്കുക. എന്നിട്ടും യശോദ എണീക്കുന്നില്ല. അന്നേരം രാധിക പറയണേ, അച്ഛാ അമ്മ എണീക്കുന്നില്ലല്ലോ, നമുക്ക് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം. ആ ശരി, ഞാൻ വേഗം പോയി വണ്ടി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ദേവൻ പുറത്തേക്ക് പോകുവാണ്. ഈ സമയം രാധിക കുറച്ചുകൂടി വെള്ളം എടുത്ത് തളിക്കുവാണ് കേട്ടോ. അന്നേരം യശോദ കണ്ണു തുറക്കുക. അപ്പോഴാണ് കേട്ടോ മുത്തശ്ശിക്കും രാധികക്കൊക്കെ ആശ്വാസമാകുന്നത്.
ആ സമയം യശോദ ചോദിക്കണേ, അല്ല ദേവേട്ടൻ എവിടെ? അത് പിന്നെ നീ ഇതുവരെ കണ്ണു തുറക്കാത്ത കാരണം അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വണ്ടി വിളിക്കാൻ പോയി. അന്നേരം യശോദ പറഞ്ഞേ, വേണ്ട, എനിക്ക് ഒരിടത്തും പോകണ്ട, ദേവേട്ടനെ തിരികെ വിളിക്കും. ആ അതൊക്കെ വിളിക്കാം. എടി നീ കുറച്ച് വെള്ളം എടുത്ത്. നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അവൾ. അങ്ങനെ രാധിക ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അമ്മക്ക് നേരെ നീട്ടുക. ഇതാമേ, അമ്മ വെള്ളം കുടിക്കും. ഈ സമയം യശോദ ദേഷ്യത്തിൽ ആ ഗ്ലാസ് തട്ടിത്തെറിപ്പിക്കുക. ദേ പൊക്കോണ്ട് നീ എൻ്റെ മുമ്പിൽ നിന്ന്, എൻ്റെ മുമ്പിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോടി. അത് കേട്ട മുത്തശ്ശി രാധികയ്ക്ക് അങ്ങ് ഞെട്ടിപ്പോകുവാണ്ടോ. മുത്തശ്ശി പറയണേ, എന്താ ഇവൾ ചെയ്ത എന്തെങ്കിലും പ്രവൃത്തി കാരണമാണോ നിനക്ക് നിന്റെ മനസ്സിങ്ങനെ വേദനിക്കുന്നത്? എന്താ ഇവൾ നിന്നോട് ചെയ്തത്? നീ തുറന്നു പറ. അന്നേരം യശോദ പറയണേ, ഞാനൊന്നും പറയുന്നില്ല, അത് എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. ഈ സമയം രാധിക അമ്മയെന്ന് പറഞ്ഞ യശോദയുടെ തോളിൽ കൈവെക്കുവാണ്ടോ. അന്നേരം രാധികയുടെ കൈ തട്ടി മാറ്റുമോ യശോദ. നിന്നോടല്ലേ പറഞ്ഞത് എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ? അമ്മേ, ദേവേട്ടനെ വിളിക്ക്, എനിക്ക് ഒരിടത്തും പോകണ്ട, എല്ലാ സങ്കടങ്ങളും എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ഈ സമയം രാധിക വീണ്ടും യശോദയുടെ അരികെ വരുമ്പോൾ യശോദ വീണ്ടും ദേഷ്യപ്പെടുക. നിന്നോടല്ലേടി എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ പറഞ്ഞത്? ആ സമയം മുത്തശ്ശിയും പറയണേ, നീ പറഞ്ഞത് കേട്ടില്ലേ, എന്ത് വേണം നിൽക്കുവാടി ഇവിടെ. അങ്ങനെ രാധിക സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോകുവാണ് കേട്ടോ. അവിടെ നിന്നും അമ്മയുടെ വാക്കുകളൊക്കെ കേട്ട് അത് വീണ്ടും ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു ഓർഫനേജിലെ മധുരമൊക്കെ കൊടുക്കുന്ന ശ്യാമേനെയാണ് കേട്ടോ. അവിടുത്തെ കുട്ടികൾക്കും സിസ്റ്റേഴ്സിനൊക്കെ മധുരമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അത് ഓർഫനേജിൽ വരുണും ഉണ്ടാകും. അങ്ങനെ അവിടെ വെച്ച് വരുൺ ശ്യാമയെ കാണുന്നുണ്ട്. ശ്യാമയെ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന വരുണിനെയാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സീൻ തന്നെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.